പണ്ടൊക്കെ അമ്മമാരുണ്ടാക്കി തരുന്ന ആ കാച്ചിയ മോര് എന്താ ടേസ്റ്റ് അല്ലേ. പക്ഷേ ഇപ്പം അതിൻ്റെ ടേസ്റ്റൊന്നും കിട്ടില്ല. എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കൂടെ. എന്നാൽ പിടിച്ചു, ചട്ടി എടുപ്പത്ത് വെച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് കടുകും ഉലുവയും ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവയും നന്നായി പൊട്ടിയതിന് ശേഷം നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു 6-7 കുഞ്ഞുള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ മോര് കാച്ചാനായിട്ട് ഈ മുളകാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മുളകാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് പച്ചമുളക് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നടുവേ കീറി, അതിൻ്റെ അരിയൊന്നും കളയണ്ട, അതങ്ങനെ തന്നെ നടുവേ കീറി നമുക്ക് നമ്മുടെ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണയൊക്കെ ഇടുന്ന് നന്നായിട്ട് വാടിയതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മുടെ കട്ടിയുള്ള തൈര് നന്നായിട്ട് ഉടച്ചതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നന്നായി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുക. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ നമ്മുടെ മോര് കാച്ചിയത്. ഫ്ലെയിം ഓഫ് ചെയ്ത് നല്ല സൂപ്പറായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാമല്ലോ. അപ്പോൾ ആ പണ്ടത്തെ ടേസ്റ്റൊന്നും കിട്ടില്ല, എന്നാലും കുഴപ്പമില്ല, എനിക്കിഷ്ടമായി. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് ഇഷ്ടമായെങ്കിൽ പറയണം കേട്ടോ. അപ്പം ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ വെയിറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. കമൻറ്റും ഇടാൻ മറക്കല്ലേ. എന്നാൽ പിന്നെ നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ലേറ്റർ.